എന്നാ എന്റെ സ്വർണം ഞാനും എന്റെ അമ്മയെ കൊണ്ടുപോയി വിറ്റെന്ന് പറഞ്ഞ 51 പവൻ. ഇനി എന്റെ ലൈഫിൽ നീ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരരുത്. നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ഈ കോടതി വരാൻ തീരെയാണ്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേടാ എന്നോട് കളിക്കല്ലേന്ന്. ഇപ്പൊ എന്തായി? 51 പവനും കൂടി എനിക്ക് സ്വന്തം. കിടപ്പാടും എല്ലാം പോയില്ലേ. ശരിക്കും നിന്നോട് ഇതല്ല ചെയ്യേണ്ടത്. നീ ആ പെങ്ങക്ക് വേണ്ടി എന്നെ തല്ലിയില്ലേ, ആ പെങ്ങളെ പെരട്ടത്തളനെ ജയിലാ കയറ്റേണ്ടത്. പിന്നെ ഞാൻ വിചാരിച്ച് അവര് ജയിലിൽ കിട്ടിട്ട് എനിക്ക് എന്താ ഗുണം? ഇതാവുമ്പോ ഈ 51 പവൻ എനിക്ക് സ്വന്തമല്ലേ. അതുകൊണ്ടാണ് ഞാൻ വെറുതെ അവരെ വിട്ടത്. എന്റെ ഔദാര്യമായിട്ട് അങ്ങോട്ട് കൂട്ടിയേക്ക്. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ പെണ്ണിന്റെ പവറ്. നിനക്കറിയോ എന്ത് തന്നെ സംഭവിച്ചാലേ പെണ്ണുങ്ങളുടെ ഒപ്പം എല്ലാവരും നിക്കോളൂ. മനസ്സിലായ? ഇനി നീ പറഞ്ഞ പോലെ നമ്മൾ തമ്മില് ഒരു ബന്ധവുമില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. അപ്പ ഗുഡ് ബൈ. ഇത്ര നേരമായിട്ട് എഴുന്നേറ്റില്ലല്ലോ. ആ വക്കീലാണെങ്കിൽ കുറെ നേരമായി കിടന്ന് വിളിക്കണത്. മോളെ 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 അമ്മയാണല്ലോ വിളിക്കുന്നത്. ഞാൻ കണ്ടത് സ്വപ്നം വരുന്ന. എന്തായാലും നടക്കാൻ പോണ കാര്യമാണല്ലോ കണ്ടത്. ആ മോളിത് എന്തോർക്കാണ് ഇറങ്ങണത്? 9 മണിയായി. ആ വക്കീൽ 1-2 തവണ വിളിച്ചിട്ടുണ്ടായി. അയാൾ ഈ നേരം വിളിക്കെ വിളിച്ചാറിന് എനിക്കൊരു ടെൻഷൻ. കേസ് നമ്മൾ ജയിക്കൂലേ? കേസ് നമ്മളെ ജയിക്കുള്ളൂ. അമ്മ അതോർക്ക് ടെൻഷനൊന്നും വേണ്ട. എന്തിന്? ഞാൻ കുറച്ചു മുന്നേ സ്വപ്നം കണ്ടത്. അയാളെ എനിക്ക് 51 പവൻ കയ്യിൽ തന്നെ എന്നിട്ട് പോണത്. നമ്മളെ ജയിക്കുള്ളൂ അമ്മേ. അത് കേട്ടാ മതി. അപ്പൊ അവൻ തന്നെ 51, നമ്മുടെ കയ്യിലുള്ള 51 കൂടി 102 പവൻ നമുക്ക് സ്വന്തം. വേറെ അവകാശികളൊന്നുമില്ല അതിന്. എന്റെ അമ്മേ, 102 പവനാ. അപ്പൊ ബാക്കിയുള്ളതാ? അയാള് കിട്ടിയ താലിമാല അതൊരു 8 പവനെങ്കിലും ഉണ്ടാവും. പിന്നെ കൈച്ചെയിൻ, പിന്നെ മോതിരം, അതൊക്കെ കൂട്ടി ഒരു 5 പവനെങ്കിലും ഉണ്ടാവും. അപ്പൊ എത്രയായി? അപ്പൊ ഈ 13ഉം ആ 102ഉം 115 പവൻ. അതിനകത്തുനിന്ന് ഒരു 101 പവൻ എടുത്ത് എന്റെ മോളുടെ കല്യാണം ഞാൻ നടത്തും. ബാക്കി 14 പവൻ അമ്മയ്ക്ക് തന്നേക്കണോട്ടാ. പിന്നെ അത് അമ്മക്കുള്ളതല്ലേ, അമ്മ അത് എടുത്തോട്ടാ. അമ്മയുടെ ചക്കര മോള് അവനെക്കാട്ടിലും നല്ലൊരു പണക്കാരനാ, നല്ല വലിയ വീടൊക്കെ ഉള്ള ഒരുത്തനെ നോക്കി അമ്മയുടെ മോൾക്ക് സെലക്ട് ചെയ്ത് തരും. എന്നിട്ട് എന്റെ മോൾ അവിടെ പോയി ഒരു രാജകുമാരി ആയിട്ട് വാഴണം. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം. നടക്കുമല്ലേ മോളെ? അതൊക്കെ എന്റെ അമ്മേ എല്ലാം നടക്കും. അമ്മക്ക് അറിഞ്ഞൂടെ ഇങ്ങനത്തെ കേസ് വരുമ്പോ പെണ്ണിനാണ് ജയിലെന്ന്? അതുകൊണ്ടേ അമ്മ ടെൻഷനൊന്നും വേണ്ട കേട്ടാ. എല്ലാം നല്ലപടിയായിട്ട് നടന്നാ മതി. അങ്ങനെ നടന്ന നമ്മുടെ പഞ്ചാര കുട്ടിക്ക് പഞ്ചസാര കൊണ്ടൊരു തുലാഭാരം അമ്മ നേർന്നിട്ടുണ്ട്. മോളൊരു കാര്യം ചെയ്യും, പോയി ഫ്രഷ് ആയി വാ, അമ്മ കഴിക്കാനായിട്ട് പോയി. അല്ല, നീ ഇതെവിടെ പോണ്? അമ്മ അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എന്തിനാണ് നിന്നെ വിളിക്കുന്നത്? അതെന്താന്ന് എനിക്കറിയോ, ചെല്ലുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പോന്നൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ ചെന്നുണ്ട് അവന്റെ അടവൊക്കെ കണ്ട് അതില് വീണ് കേസ് പിൻവലിക്കാന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുതട്ടാ. എന്റെ അമ്മേ, അയാൾ കരഞ്ഞ കാല് പിടിച്ചാലും ഞാൻ കേസിന്ന് പിന്മാറില്ല. ഇങ്ങനെ ഇരിക്കണം പെൺപിള്ളേര്. നീ അല്ലെങ്കിൽ എന്റെ മോളല്ലേ. പോയിട്ട് ഞാൻ പോയിട്ട് വരാം. ശരി. എന്തിനാ എന്നെ കാണണോന്ന് പറഞ്ഞത്? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് കീർത്തി. കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ, എനിക്ക് പോകാനുള്ളതാണ്. നീ പോയിക്കോ, അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേക്ക്. എന്റെ കീർത്തി, എന്തിനാണ് ഈ കേസും ബഹളവും കാര്യങ്ങളൊക്കെ? എന്റെ അമ്മയും അനിയത്തിയും നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവരെന്തെങ്കിലും ഒരു ദ്രോഹം നിന്നോട് ചെയ്തിട്ടുണ്ടാ? നീയല്ലേ അവരൊരു ശത്രുവിനെ പോലെ കണ്ട് പെരുമാറുന്നത്? എന്റെ അമ്മ നിന്റെ അടുത്ത് അമ്മായിമ്മ പോലെ എടുത്തുന്നല്ലേ? എന്റെ അനിയത്തി നാത്തും പോരും. എങ്ങനെ പറയാൻ തോന്നി കീർത്തി? എന്റെ അമ്മനെ പോലത്തെ ഒരു അമ്മന നിനക്ക് കിട്ടുവോ? എന്റെ അമ്മയെ നിന്നെ മരുമോളായിട്ടല്ല കാണുന്നത്, സ്വന്തം മോളായിട്ടാണ്.
അതുപോലെ തന്നെ എന്റെ അനിയത്തി, അവക്കേ നീ സ്വന്തം ചേച്ചിനെ പോലെയാണ്, ഒരു കൂടെപ്പിറപ്പ്. അവൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവർക്ക് നിന്നോട് ആരും ഒരു ശത്രുത കാര്യങ്ങളൊന്നുമില്ല. നീയല്ലേ അവരെ ഒരു ശത്രുക്കളെ പോലെ കാണുന്നത്. കഴിഞ്ഞാ പറഞ്ഞേ, ഇതാണ് പറയാൻ വിളിച്ചത്. അത് മാത്രമല്ല കീർത്തി, നിന്റെ 51 പവൻ ഞാനും എന്റെ അമ്മയും കൂടി വിറ്റുന്നല്ലേ നീ കേസിൽ കൊടുത്താണത്. എങ്ങനെ പറയാൻ തോന്നാ നിനക്ക് ഈ നോണേക്ക? ഈ 51 പവൻ നിന്റെ ലോക്കറിലല്ലേ ഇരിക്കണത്. അത് മാത്രല്ല എന്റെ കൈച്ചേനും എന്റെ 4-5 മോതിരങ്ങളും അതും നിന്റെ അടുത്തല്ലേ. അതും പോരാഞ്ഞ് ഞാൻ കിട്ടിയ താലിമാലയും നിന്റെ കയ്യിലാണ്. ചുരുക്കി പറഞ്ഞ സ്വർണങ്ങളെല്ലാം നിന്റെ കയ്യിലുണ്ട്. എന്നിട്ട് നീ എന്തിനാണ് ഞാൻ അമ്മയോട് വിറ്റെന്ന് കളവ് പറഞ്ഞത്? അതെ, താൻ പറഞ്ഞതേ എല്ലാം ശരിയാണ്. 51 പവനും താൻ കിട്ടിയ താലിമാലയും കൈച്ചെയിനും മോതിരവും ഇതെല്ലാനേ എന്റെ ലോക്കറിൽ സേഫ് ആണ്. പിന്നെ കേസിൽ താനും തന്റെ അമ്മയും കൂടെ എന്റെ സ്വർണങ്ങൾ വിറ്റെന്ന് പറഞ്ഞതേ വെറുതെ പറഞ്ഞതാണ്. അതെന്തിനാന്നറിയോ? തന്നെ പെടുത്താൻ. അതെ, തനിക്കിട്ടേ പണി തരാൻ വേണ്ടിയാടോ ഞാൻ ഈ കള്ളക്കേസ് കൊടുത്തത്. എന്റെ കീർത്തി, ഈ 51 പവൻ ഞാൻ എങ്ങനെ തരാനാണ്? ഈ 51 പവൻ മേടിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണമെന്ന് നിനക്കറിയാമോ? ഞാൻ എന്ത് ചെയ്യാനാണ്? എവിടെ ഒപ്പിക്കാനാണ് ഈ കാശ്? താൻ തന്റെ വീട് സ്ഥലവും വെക്കടോ, എന്നിട്ടേ എന്റെ സ്വർണം ഇങ്ങെടുത്താ. അല്ലെങ്കിലേ തന്റെ അമ്മയും പെങ്ങളെ ജയിലിൽ പോവും, അത് മറക്കണ്ട. പിന്നെ ഇനി കാണണം വിളിക്കണോന്ന് പറഞ്ഞേ എന്നെ വിളിക്കാൻ നിക്കണ്ട. ഇനി നമുക്ക് അങ്ങോട്ട് കോടതി കാണാം, മനസ്സിലായാ? വന്നേക്കണ അയാള്. ഗാർഹിക പീഡനത്തിന്റെ പേരിൽ പ്രതിയായി ഇവിടെ ഹാജരാക്കപ്പെട്ട ശ്രീ വൈശ്യ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്നും വാദിയായ കീർത്തി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണിതെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട വൈശാഖിന്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തിരിച്ചു നൽകാനും അതുപോലെ തന്നെ മാനനഷ്ടമായി 10 ലക്ഷം രൂപ നൽകാനും കോടതി ഉത്തരവിടുന്നു. അല്ലാത്തപക്ഷം 5 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി ഓർമ്മപ്പെടുത്തുന്നു. എടോ, താനെന്നെ ചതിക്കായിരുന്നല്ലേ? തനിക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടിയാണല്ലേടോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. പിന്നെ നീ എന്ത് വിചാരിച്ച്? നിന്റെ കാല് പിടിച്ച് ഈ കേസ് പിൻവലിക്കണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചാ? എന്റെ പൊന്നു മോളെ, നീ കേട്ടണ്ട? കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷോർപ്പിക്കണമെന്ന്. ആ പരിപാടിയാണ് നീ കണ്ടത്, മനസ്സിലായ? എനിക്ക് ഈ കേസിന് വേണ്ടേ തെളിവ് വേണമായിരുന്നു. അതിനു വേണ്ടി തന്നെയാണ് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. നിന്റെ ഈ നാവ് കൊണ്ട് തന്നെ നീ പറയണ വീഡിയോ എനിക്ക് വേണമായിരുന്നു. അതെനിക്ക് കിട്ടി. കോടതി ആ വീഡിയോണ് തെളിവായിട്ട് സ്വീകരിച്ചത്. നിനക്കൊരു വിചാരം ഉണ്ടായിരുന്നു, എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലുവേ എല്ലാവരും നിന്റെ ഒപ്പം നിൽക്കുമായിരുന്നു. പക്ഷേ ആ തോന്നല് വെറുതെയാണ് മോളെ. സത്യത്തിന്റെ ഒപ്പം എല്ലാവരും നിൽക്കുള്ളൂ. തന്നെ ഞാൻ അടങ്ങടി മോളെ. ഇത്രയും നാളേ ഞാൻ നിന്റെ പ്രതികരിക്കാണ്ടിരുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഒരു കുടുംബല്ലേ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം കലങ്ങി തെളിയുമെന്ന് വിചാരിച്ചാണ് ഞാൻ പ്രതികരിക്കാണ്ടിരുന്നത്. അപ്പൊ നീ എന്റെ തലയെ കയറിയിരിക്കാൻ നോക്കണം അല്ലേ? നിനക്ക് എന്റെ അമ്മനെയും പെങ്ങളെ ജയിലിൽ കിടത്തണം അല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ അമ്മ ജയിലിൽ കിടന്ന പിന്നെ എന്തിനടി ഞാൻ അമ്മടെ മോനാന്നും പറഞ്ഞ് ജീവിച്ചിരിക്കണത്? നിനക്കേ ഒരു തോന്നലുണ്ടായിരുന്നു ഈ ആണുങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന്. ഇന്നത്തോടുകൂടി നിന്റെ തോന്നലങ്ങ് മാർക്കിട്ടില്ലേ? ഇനി എന്തിനാണ് ഇവിടെ നിക്കണത്? വേഗം ചെല്ലാൻ നോക്ക്. സ്വർണവും ക്യാഷൊക്കെ ഒപ്പിക്കണ്ടേ? ഇല്ലെങ്കിലേ ജയിലിൽ കിടക്കാൻ പോണതേ എന്റെ അമ്മയും പെങ്ങളൊന്നുമല്ല, നീയാണ്. അവിടെ പോവാൻ നോക്കടേ, പോടേ. ഭാര്യയുടെ പ്രതികാരമെന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നല്ലൊരു കുടുംബജീവിതം കിട്ടിയിട്ടും ആ കുടുംബത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാതെ തന്റെ സ്വന്തം സന്തോഷം മാത്രം നോക്കിയാണ് ഈ പെൺകുട്ടി ജീവിച്ചത്. അവൾ കയറി ചെന്ന വീട്ടിൽ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ഒരമ്മയെയും
അതുപോലെ തന്നെ സ്വന്തം ചേച്ചിയെ പോലെ സ്നേഹിക്കുന്ന ഒരു നാത്തുനെയുമാണ് അവൾക്ക് കിട്ടിയത്. പക്ഷേ അവരെ ഒരു ശത്രുവായിട്ട് മാത്രമാണ് അവൾ കണ്ടത്. ഇതുപോലെയുള്ള ഭാര്യമാർ മൂലം ഒരുപാട് ഭർത്താക്കന്മാരുടെ ജീവിതം തന്നെ ഇല്ലാതായിട്ടുണ്ട്. എത്രയൊക്കെ തെറ്റുകൾ ചെയ്താലും അവസാനം എല്ലാവരും പെണ്ണിന്റെ ഒപ്പം തന്നെ നിൽക്കുകയുള്ളൂ എന്ന ആനുകൂല്യമാണ് ഇതുപോലെയുള്ള സ്ത്രീകൾ മുതലെടുക്കുന്നത്. ഈ കഥയിലെ ഭർത്താവും ഭാര്യയുടെ പീഡനത്തിന് ഇരയാവേണ്ടതായിരുന്നു. പക്ഷേ ഭർത്താവിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചതുകൊണ്ട് ആ ഭർത്താവും കുടുംബവും രക്ഷപ്പെട്ടു. ഇനിയൊരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണ്. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.